സപ്പോർട്ട് ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ വ്ലോഗ്സ്. ഇന്ന് ഞങ്ങളൊരു സൂപ്പർ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമുക്ക് വേണ്ടത് നല്ല ഇളം വെണ്ടയ്ക്കയാണ്. ലേഡി ഫിംഗറിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ വേണ്ടത് ഒരു ഓണിയൻ, 1-2 പച്ചമുളക്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം, എരിവ് ആവശ്യമില്ലാത്തവർ കുറച്ചെടുത്താൽ മതി. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മുട്ട. 2 മുട്ട. 1/4 കിലോ വെണ്ടയ്ക്കയ്ക്ക് 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ വെണ്ടയ്ക്കെല്ലാം നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി കഴുകിയെടുത്ത വെണ്ടയ്ക്കയാണ്. നനമൊക്കെ തുടച്ച് കളയണമെന്നൊന്നുമില്ല. അതിനങ്ങനെ നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ചെറുതാക്കിയിട്ടോ ഒത്തിരി വലുതാക്കിയിട്ടോ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല, ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓർമ്മശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ വെണ്ടയ്ക്ക ഒരു കോൾഡ് വെജിറ്റബിളാണ്. അതായത് ജലദോഷം, പനി അങ്ങനെ ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാർ അധികം കഴിക്കലില്ല. അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാതെ മാറ്റി വയ്ക്കുന്ന ഒരു വിഭവമാണ് ഈ ലേഡി ഫിംഗർ. പക്ഷെ നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കുഴപ്പമില്ല, അങ്ങനെയാണ് പറയുക. സാമ്പാറിലിട്ടത്, വെണ്ടയ്ക്ക് പുളി ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുള്ളവർക്ക് അത് കൂടുതലാവാനും പിന്നെ അതേപോലെ തന്നെ ചുമയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വെണ്ടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നന്നായി ഫ്രൈ ചെയ്തിട്ട് ഇതുമാതിരിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് ചുമയുള്ള ആൾക്കാരായിക്കോട്ടെ എങ്ങനെയുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും. നമുക്ക് നമ്മുടെ പച്ചമുളക് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സവാള സാധാരണ മാതിരി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തായിരുന്നു. എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾ കഴിക്കുമ്പോൾ അങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചെങ്കിൽ അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തൊടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കഴിക്കാൻ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി പാൻ ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാനിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എണ്ണ ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അല്പം കറിവേപ്പില ഇട്ടിട്ട് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക് നന്നായി ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് വേണം ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫുൾ സത്തും അതിൽ തന്നെ അടങ്ങിയിരിക്കുക. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോവും. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം നമ്മൾ. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഓണിയനും പച്ചമുളകും എല്ലാം ഫ്രൈ ആയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് അതും കൂടെ ഫ്രൈ ആയിട്ട് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ സംഭവം സെറ്റാവും. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പരിപാടി തുടങ്ങാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമ്മളത് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളിതിൽ നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക.
ചിക്കൻ മസാല ഒരു 1-1.5 ടീസ്പൂൺ മതിയാവും. ഞാനൊരു കൈ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. 1-1.5 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിച്ചിട്ടൊന്നും വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ അലിയിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കില്ല. പക്ഷേ വെണ്ടയ്ക്കയുടെ ഉപ്പേരി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത മുട്ട ഒഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. നോർമലി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു പോർഷൻ നീക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി മിക്സ് ചെയ്തിട്ട് മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. ഞാൻ പുതിനയുടെ ഇല അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ല് നല്ല തന്നെയാണ്, പക്ഷേ പുതിനയുടെ ഇല ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ചേർന്നിട്ട് ഈ വെണ്ടയ്ക്ക് ഉപ്പേരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് പുതിനയുടെ ഇലയും കൂടെ ചേർത്തിട്ട് അതങ്ങനെ അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പം മുട്ടയും വെണ്ടയ്ക്കും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. എല്ലാ ഫ്ലേവറും അതിൽ ഇറങ്ങട്ടെ. അപ്പോൾ ഇങ്ങനെ സംഭവം അടിപൊളിയായില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി ഇതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വെണ്ടയ്ക്കയും കൊണ്ടൊരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു ആൾ. എല്ലാവരും ട്രൈ ചെയ്യണേ. സൂപ്പർ ടേസ്റ്റ് ആണ്.